ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വർഷത്തെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറേ ചേഞ്ചസ് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹെൽത്തിൻ്റെ കേസിൽ, പൈസൻ്റെ കേസിൽ, മൈൻഡ് സെറ്റ്, അതുപോലെ തന്നെ ക്യാരക്ടർ, നോളജ്, ഈ കാര്യത്തിലൊക്കെ ഞാൻ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചേഞ്ചസ് ഒക്കെ വരുത്തിക്കണേ. വലിയ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് ചേഞ്ചസ് അല്ലാന്നുണ്ടെങ്കിലും അതിലൊക്കെ ഞാൻ കുറേ സംഭവങ്ങൾ തുടങ്ങി അതിലൊക്കെ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇപ്പോഴും വരുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പ്രോണി ഫുള്ള് ഡ്രഗ്സിനൊക്കെ ഫുൾ അഡിക്റ്റ് ആയിക്കാണ്ട് ഫുള്ള് ചെറുക്കന്മാരെ പോലെ ക്ലാരിറ്റി ഇല്ലാത്ത നമ്മൾ ലൈഫിനൊരു സ്ട്രക്ചർ ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുമല്ലോ, ഒരു ഒയ്ക്കിൻ്റെ അപ്പം ഇങ്ങനെ പോകുകയാണ് പറയാൻ പറ്റി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ മാറി ഒരു വർഷമായിട്ട് ഞാൻ എൻ്റെ ലൈഫ് നല്ല രീതിയിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മന്ത് ഞാൻ അങ്ങനെ റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം നടന്ന സംഭവങ്ങൾ ഇങ്ങനെ എഴുതി ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി. ഞാൻ കുറേ ചേഞ്ചസ് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റ്സ് എൻ്റെ ലൈഫിൽ കുറേ നോളജ് ഉണ്ടാക്കി, കുറേ സ്കില്ല് ഡെവലപ്മെൻറ്റ്, കുറേ കമ്മ്യൂണിക്കേഷൻ ബെറ്ററാക്കൽ, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു. ബട്ട് വൈ ഞാൻ എങ്ങനെ ഇത് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്തു? ഞാൻ ഒരിക്കലും വിശ്വസിക്കണില്ല ഇതിൻ്റെ ഒരു എബിലിറ്റി കൊണ്ടോ. സംഭവം ശരിയാണ്, ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്, രാവിലെ നേരത്തെ എണീക്കേണ്ട, ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്, ബുക്ക് വായിക്കേണ്ടത്, മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ഒരു എബിലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൈ കൊണ്ട് മാത്രമല്ല, എന്തോ ഒരു സംഭവത്തിൻ്റെ ഒരു അലൈൻ ചെയ്തു വരുമല്ലോ എന്തെങ്കിലും സംഭവം. സോ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ദർ ആർ ടു എൻവയോൺമെൻറ്റ് അപ്രോച്ച് ടു മീ. അതിൽ രണ്ട് എൻവയോൺമെൻ്റ് ആണ് മെയിനായിട്ട് ഈ സംഭവങ്ങൾ ഡെയിലി എന്നെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതും. അതുപോലെ തന്നെ എനിക്ക് ഡെയിലി ആ ഒരു അലൈൻമെൻറ്റ് ഉണ്ടാവുമല്ലോ, ഈ സംഭവങ്ങൾ കൊണ്ട് മാത്രമല്ല ആ രണ്ട് എൻവയോൺമെൻ്റ് ആണ് എന്നെ കൂടുതൽ ഈ സംഭവങ്ങൾ ചെയ്യാൻ ഇതിലേക്ക് അപ്രോച്ച് ചെയ്യണതും അതുപോലെ തന്നെ അതിലൂടെ ഞാൻ ചെയ്തു വരുന്നതും. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ദി മെയിൻ ടു ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് ഇൻ അവർ ലൈഫ്. സോ വീഡിയോക്ക് പോകുന്നതിന് എന്നെ അറിയില്ലാന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് മുബഷർ. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മളെ പഠിപ്പിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ ലൈക്ക് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഹെൽത്ത്, പെർഫോമൻസ്, ഇങ്ങനത്തെ ടാസ്കുകൾ, അതുപോലെ തന്നെ ഗോൾ സെറ്റ് ചെയ്യുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കല്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് എൻവയോൺമെൻ്റ് ആണ് ലൈഫിൽ ഞാൻ ചേഞ്ചസ് വരുത്താൻ തന്നെ മെയിനായിട്ട് സഹായിച്ചതെന്ന്. അതിൽ ഫസ്റ്റ് എൻവയോൺമെൻ്റ് ആണ് മൈ സറൗണ്ടിങ് പീപ്പിൾസ്, അതായത് എൻ്റെ സർക്കിള്, ഫ്രണ്ട് സർക്കിള്, എനിക്കറിയാവുന്ന പീപ്പിൾ. അതെങ്ങനെ എന്നെ കൂടുതൽ അപ്രോച്ച് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഇൻസ്പയർ ചെയ്ത് എനിക്ക് ചേഞ്ചസിൻ്റെ ലൈഫിൽ വരുത്താൻ വേണ്ടിയിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് കാലമായിട്ട് നമ്മളിപ്പോൾ ഫുള്ള് അങ്ങനത്തെ ചെക്കന്മാരെ പേര് ഒരു ഓലെ ബാഡായി പറയല്ല, ഒരു ഗോളും ഇല്ലാത്ത, ഒരു പർപ്പസും ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ, ഫുള്ള് ബാഡ് ഹാബിറ്റ്സുകളായി നടക്കണത്, ഫുള്ള് വുമൻസ്, അതുപോലെ തന്നെ ഡ്രഗ്സ്, ഇങ്ങനത്തെ ഒക്കെ ചിന്ത തോട്ട് മാത്രമല്ല ആൾക്കാരുടെ കൂടെയായിരുന്നു ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെങ്ങനെ ആരുടെ കൂടെയാണോ അതുപോലെ തന്നെ നമ്മളും ആയി മാറുമല്ലോ. സോ ഞാൻ ഫ്രണ്ട്സിനെ ബാഡായിട്ട് പറയല്ല. സോ ഞാൻ അങ്ങനത്തെ ഒരു സർക്കിളിലായിരുന്നു. കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ ഓലപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചു. അതായത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങലില്ല, വല്ലാതെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതെ ഓലപ്പം ടൈം സ്പെൻഡ് ചെയ്യാതെ എനിക്ക് ഒഴിവിട്ടുന്ന സമയമൊക്കെ ഞാൻ എൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ബുക്ക് വായിക്കാൻ, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, ഹെൽത്ത്, എക്സസൈസ്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് പറ്റിയത് അങ്ങനത്തെ ഫ്രണ്ട്സിനെ മിസ്സായി. ആ ഫ്രണ്ട്സിനെ മിസ്സായി, ഓൾഡ് ഫ്രണ്ട്സിനെ മിസ്സായി. കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങണില്ലല്ലോ, അപ്പോൾ അങ്ങനെ നമുക്ക് ഓലായിട്ടുള്ള ടച്ച് പോയി. സോ അപ്പോൾ അങ്ങനെ ആലോചിച്ചു, നമുക്ക് ഈ എൻവയോൺമെൻറ്റ് എന്തായാലും വേണം, അതായത് സർക്കിൾ നമുക്ക് എന്തായാലും വേണം, ബാഡായാലും ഗുഡായാലും. ഏറ്റവും നല്ലത് നമ്മളെ ലൈക്ക് മൈൻഡുള്ള പീപ്പിൾ. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്തു, ഞാൻ അങ്ങനത്തെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യൽ നിർത്തി. അതായത് ഇതിൻ്റെ ഒരേ മൈൻഡ് സെറ്റില്ലേ, ഹെൽത്തിനെ ഫോക്കസ് ചെയ്യണേ, പൈസനെ കുറിച്ച് കൂടുതൽ പറയണേ, അതുപോലെ തന്നെ ഡ്രഗ്സും പോണൊക്കെ ഒഴിവാക്കിയാണ്ട് നമ്മൾ റിയൽ ലൈഫിൽ സക്സസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ബിസിനസ്, കണ്ടന്റ് ക്രിയേഷന്, പൈസ, മൈൻഡ് സെറ്റ്, ഹെൽത്ത്, ക്യാരക്ടർ, അതുപോലെ തന്നെ ഡിസിപ്ലിന്, ബുക്ക് വായിച്ച, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഏറ്റവും കണക്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് മൊത്തത്തിലൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, അങ്ങനത്തെ ആൾക്കാരായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ വഴി ഞാൻ കണക്ട് ചെയ്യലെടുത്തി, ഓൽക്കാളുടെ പരിചയപ്പെടുത്തി. സോ സ്വാഭാവികമായിട്ട് ഓലൊരു സ്വഭാവം കാര്യങ്ങളൊക്കെ എനിക്കും കിട്ടലെടുത്തി. ഞാനും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഓലിനെ ഇൻസ്പയർ ചെയ്യലെടുത്തി, ഓലിനെ ചലഞ്ച് ചെയ്യലെടുത്തി. സോ എന്നതുപോലെ തന്നെ എന്ത് ചെയ്യും, ഓലിനെ എൻ്റെ പഴയ ഫ്രണ്ട്സിനെ ബാഡാക്കിയതുപോലെ തന്നെ അത് ഓലപ്പം നിന്നപ്പോൾ ഞാൻ അങ്ങനെ ആയ പോലെ തന്നെ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരപ്പം ഞാൻ അങ്ങനെ നിന്നൊക്കെ നടത്തിയപ്പോൾ ഓല മൈൻഡ് സെറ്റ്, ഓല ലൈഫ് സ്റ്റൈലൊക്കെ എൻ്റെ ലൈഫിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യലെടുത്തി. സോ ഞാൻ ഈ മറ്റേ കോട്ടുങ്ങൾ എല്ലാവരും കേട്ടേക്കും, യു ആർ ദി ആവറേജ് ഓഫ് 5 പീപ്പിൾ യു സ്പെൻഡ് ടൈം വിത്ത്. ഞാൻ ഇതിൽ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങളിപ്പോൾ ഒരു ബാഡായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ നിൽക്കുകയാണെങ്കിൽ ഓലൊരു സ്വഭാവം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ നല്ല ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ, ബിസിനസ്, കണ്ടന്റ് ക്രിയേഷൻ, ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സംഭവങ്ങളും നിങ്ങളെ ലൈഫിലേക്ക് നിങ്ങൾ കോപ്പി ചെയ്യാൻ തുടങ്ങും. കാരണം ഈ ലൈഫിൽ നമ്മളെ ലോകത്ത് എന്ത് സംഭവം തുടങ്ങിക്കണമെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ
വേറെ ആരെങ്കിലും ചെയ്യുന്ന സംഭവിക്കാരം. ഇപ്പോൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും കണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിലും ഹാബിറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ബുക്ക് വായിക്കുന്നതാണെങ്കിലും ഇതൊക്കെ നമുക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടണത്. അപ്പോൾ ഏത് സംഭവമായാലും നമ്മൾ ആരുടെ കൂടെയാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് സർക്കിളിലാണോ നിൽക്കുന്നത് ആ സർക്കിളിൻ്റെ ക്യാരക്ടറും അതിൻ്റെ ഹാബിറ്റ്സും ഒക്കെ കാരണം നമ്മുടെ ലൈഫിലും നിൽക്കുക. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ സർക്കിൾ ചൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ലൈഫിലേക്ക് നിങ്ങളെ നല്ല രീതിയിൽ ചലഞ്ച് ചെയ്യാനും നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനും പറ്റിയ ഫ്രണ്ട് സർക്കിളിനെ ചൂസ് ചെയ്യുക. വേറൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, ഞാൻ ഫസ്റ്റത്തെ പറഞ്ഞ മാതിരി ഓലും നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യും, നമ്മളോട് ഇങ്ങനെ പറയും വീഡിയോയിലൊക്കെ തുടങ്ങില്ല റെഡിയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ബട്ട് ഓൽക്ക് നമ്മൾ ആരും ലൈഫിൽ സക്സസ് ആവണ ഓൽക്ക് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. നേരെ മറിച്ച് മറ്റുള്ള ആൾക്കാരാണെങ്കിലോ ഗ്രോത്ത് മൈൻഡ്സിലുള്ള ആൾക്കാരാണെങ്കിലോ ഓലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓൽക്കും നമുക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ, നമുക്ക് രണ്ടുപേർക്കും സക്സസ് ആവണം. സോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി രണ്ട് എൻവയോൺമെൻറ്റ് എല്ലാം എൻ്റെ ലൈഫിൽ ചേഞ്ചസ് ചെയ്ത് ഫസ്റ്റത്താണ് മൈ സറൗണ്ടിങ് പീപ്പിൾസ്, അതായത് സർക്കിൾ. അതാണ് ഒന്നാമത് എനിക്ക് കൂടുതൽ ഇൻസ്പിറേഷനും കൂടുതൽ ചലഞ്ചും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് ഈ ഹാബിറ്റ്സും ഈ ഇമ്പ്രൂവ്മെൻറ്റ്സും സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ എപ്പോഴും ഞാൻ നീട്ടി കൊണ്ടുപോകാനുള്ള കാരണം ഒന്നാമത്തെ എൻവയോൺമെൻറ്റ് പറയുന്നത് അതാണ്. ഇനി രണ്ടാമത്തെ എൻവയോൺമെൻ്റ് ആണ് മൈ സറൗണ്ടിങ് ഏരിയാസ്, അതായത് പ്ലേസസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ സ്റ്റഡി ബെഞ്ച്, അതായത് ഇങ്ങനെ സ്റ്റഡി ബെഞ്ച്, അതുപോലെ തന്നെ ബെഡ്റൂം, അതുപോലെ തന്നെ നമ്മൾ ഹോം, നമ്മളെന്നും കാണുന്ന സ്ഥലം, അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സ്, ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ആ ഹാബിറ്റ്സുകൾ ആ ടാസ്കുകളൊക്കെ ഡെയിലി ചെയ്തു പോരാൻ സഹായിക്കുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും അതെങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. ഫ്രണ്ട് സർക്കിളിൽ നമ്മളെ കൂടുതൽ വർത്താനം പറഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടും നമ്മളെ ചലഞ്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് ഹാബിറ്റ്സുകളും നമ്മളെ ടാസ്കുകളും ഗോൾസുകളൊക്കെ അച്ചീവ് ചെയ്യാൻ ഒരു സഹായിക്കുന്നുണ്ടെങ്കിലും ബട്ട് നമ്മളെ ഈ സറൗണ്ടിങ് ഏരിയാസ് അല്ലെങ്കിൽ നമ്മളെന്നും കാണുന്ന സ്ഥലങ്ങളൊക്കെ എങ്ങനെ നമ്മളെ ആ ഗോളിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സറൗണ്ടിങ് ഞാൻ ഡെയിലി കാണുന്ന സ്ഥലങ്ങളും ഒഴിവും എൻ്റെ ഗോളിനായിട്ട് അലൈൻ ചെയ്ത പ്ലേസസ് ആക്കി മാറ്റി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നാളെ മുതൽ ബുക്ക് വായിക്കണം എന്ന് കരുതിയാൽ എന്ത് ചെയ്തു, ഞാൻ ആ ബുക്ക് എടുത്തുകൊണ്ട് ഇവിടെ വെക്കും, അതായത് ഈ സ്റ്റഡി ബെഞ്ചിൽ വെക്കും. കാരണം കൂടുതൽ കാണുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ബുക്ക് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ബുക്ക് കാണും, ആ ബുക്ക് വായിക്കാനുള്ള ചാൻസ് 99% കൂടുതലേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മളെ സറൗണ്ടിങ് പേപ്പേഴ്സ്, നമ്മളെ ബെഡ്റൂമൊക്കെ ക്ലീൻ ആക്കുക, അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സ്, ഇതൊക്കെ നമ്മളെ നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉയർത്താനും നമ്മൾ ആ ബാഡ് ഹാബിറ്റ്സ് നിന്നൊക്കെ മാറ്റാനും അതുപോലെ തന്നെ നമുക്കുള്ള ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് സെറ്റും എനിക്കൊരു ഗോളുണ്ട്, ഈ ഗോൾ അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മൾ ഒരു ടു ഡു ലിസ്റ്റൊക്കെ കീപ്പ് ചെയ്യുക. അതായത് ഇത് കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് നമ്മൾ ബ്രെയിനിന് മനസ്സിലാവും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബാഡ് ഹാബിറ്റ്സിലേക്ക് പോകാതെ വെക്കാനും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഗോളിനായിട്ട് അലൈൻ ചെയ്ത രീതിയിൽ, ഇപ്പോൾ എന്താണ് നിങ്ങളെ ഗോൾ, നിങ്ങൾക്ക് ബുക്ക് വായിക്കാനാണോ, ബുക്ക് നിങ്ങൾ കൂടുതൽ കാണുന്ന സ്ഥലത്ത് വെക്കുക. നിങ്ങൾ ജിമ്മുക്ക് പോകാനാണോ, നിങ്ങൾക്ക് ജിമ്മുക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകൾ കൂടുതൽ കാണുന്ന സ്ഥലത്ത് നിങ്ങൾ വെക്കുക. സോ നിങ്ങൾ എന്ത് ഹാബിറ്റ്സ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ വിസിബിൾ ആക്കുക. അതുപോലെ തന്നെ ബാഡ് ഹാബിറ്റ്സിനെ നിർത്താനുള്ള ഒരു പരിപാടിയാണ്. അതിന് നേരെ അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്ന വരി ഇൻവിസിബിൾ ആക്കുക. നിങ്ങളിപ്പോൾ ഡെയിലി ഫോണിന് രാവിലെ തന്നെ എണീറ്റ് ഫോൺ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിർത്തണം താല്പര്യമാണ് എന്ത് ചെയ്യുക, നിങ്ങളെ ഫോൺ എടുത്തുകൊണ്ട് രാവിലെ കാണാത്തൊരു സ്ഥലത്ത് കുറച്ചും കൂടി ഒരു ദൂരമുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക മാറ്റി അപ്പുറത്തെ റൂമിലോ അല്ലെങ്കിൽ ഹാളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹാബിറ്റ് നിർത്താനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ വീഡിയോയുടെ ഒരു ബ്രീഫ്ലി ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് എൻവയോൺമെൻ്റ് ആണ് നമ്മളെ ലൈഫിൽ നമ്മളെ കൂടുതൽ നമ്മളെ ബാഡ് ഹാബിറ്റ്സിലേക്കായാലും ഗുഡ് ഹാബിറ്റ്സിലേക്കായാലും നയിക്കുന്നത്. ഒന്ന് നമ്മളെ ഫ്രണ്ട് സർക്കിൾ, അതായത് നമ്മൾക്ക് അറിയുന്ന പീപ്പിൾ, ഫ്രണ്ട് സർക്കിൾ, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് അതിലൊക്കെ ഇൻക്ലൂഡാണ്. പിന്നെ രണ്ടാമത്തെ നമ്മളെ സറൗണ്ടിങ് ഏരിയാസ്, നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലം, നമ്മളെ ബെഡ്റൂം, നമ്മൾ പഠിക്കാതിരിക്കുന്ന സ്ഥലം, നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുന്ന സ്ഥലം. സോ ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് വീഡിയോ. സീ യു ഇൻ ദി അനദർ വീഡിയോ.